എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൽ പാസ് മാർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ മസ്റ്റായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട, അതായത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അതായത് ഏകദേശം ഒരു 18 മാർക്ക് 20 മാർക്ക് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഓൾറെഡി മോസ്റ്റ് റിപ്പീറ്റഡ് പാറ്റേണിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ചാനലിൽ നോക്കുക, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. പിന്നെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് കണ്ട് പഠിക്കുക, ഉയർന്ന സ്കോർ തന്നെ നേടാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ പബ്ലിക് എക്സാമിന് വൺ ഓഫ് ദ പ്രെഡിക്റ്റബിളിൽ വയ്ക്കാവുന്ന ഒരു ചോദ്യം, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കുക ആൻഡ് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ചിരിക്കണേ. ചോദ്യത്തിൻ്റെ എ പാർട്ട് ബൈജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് കാണിക്കണം, 1 ആണെന്ന് കാണിക്കണം. അതിനോടൊപ്പം തന്നെ ഓൺ 2 ആണെന്ന് കാണിക്കണം. ഇത് രണ്ടും ആണെന്ന് കാണിച്ചാലേ നമുക്ക് ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 1 ചെക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. 1 ചെക്ക് ചെയ്യാം. f(x) എന്ന് പറയുന്നത് 4x + 3 ആണ്. 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? f(x1) = f(x2) ചെയ്യുമ്പോൾ f(x1) = f(x2) ചെയ്യുമ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? x1 = x2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 1 ആണെന്ന് പറയാം, ശരിയല്ലേ? അതായത് 4x1 + 3 = f(x2) എന്ന് പറഞ്ഞാൽ 4x2 + 3. ഓക്കെ, 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് 4x1 = എന്ത് കിട്ടും? 4x2, ശരിയല്ലേ? 4x1 = 4x2. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. x1 = x2. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി? f(x1) = f(x2) implied that x1 = x2. f(x1) = f(x2) ചെയ്തപ്പോൾ എനിക്ക് x1 = x2 കിട്ടി. therefore f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? 1 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ഓൺ 2 ചെക്ക് ചെയ്ത് നോക്കണം. ഓൺ 2 ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണം അല്ലേ. f(x)നെ y-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. f(x) എന്ന് പറയുന്ന ആരാണ്? 4x + 3 = y. അവിടുന്ന് 4x = y - 3. അവിടുന്ന് x = y - 3/4 അല്ലേ. ഈ എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, വൈയുടെ സ്ഥാനത്തോട്ട് ഏത് റിയൽ നമ്പർ കൊടുത്താലും, നമ്മുടെ കോഡൊമൈൻ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിലെ ഏത് റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് കിട്ടുന്ന എക്സിൻ്റെ വില ഒരു റിയൽ നമ്പർ തന്നെയാണ്. ദെർഫോർ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? റിയൽ നമ്പർ ആണെന്ന് പറയാം. കാരണം റിയൽ നമ്പർ അല്ലാണ്ട് വരണമെങ്കിൽ ഡിവിഷൻ ബൈ 0 വരണം, അല്ലെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരണം, അല്ലെങ്കിൽ ലോഗിനുള്ളിൽ നെഗറ്റീവ് വരണം. അതൊക്കെയാണ് നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ റിയൽ നമ്പർ അല്ല എന്ന് പറയുന്ന കേസുകൾ. ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിവിഷൻ ബൈ 4 ആണ്, ഡിവിഷൻ ബൈ 0 വരാൻ ഒരു സാധ്യതയില്ല. ഓക്കെ, സോ ഏത് റിയൽ നമ്പർ കൊടുത്താലും കിട്ടുന്നത് റിയൽ നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ റേഞ്ച് റിയൽ നമ്പർ ആണ്. ആൻഡ് കോഡൊമൈൻ എന്താണ്? കോഡൊമൈനും റിയൽ നമ്പർ തന്നെയാണ് അല്ലേ. ഇപ്പോൾ എഫ് സച്ച് ദാറ്റ് a to b ആണെങ്കിൽ ആ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഇവിടെ ബി സെറ്റ് റിയൽ നമ്പർ ആണ്. സോ കോഡൊമൈനും റിയൽ നമ്പർ ആണ്. സോ കോഡൊമൈൻ = എന്താണെന്ന് പറയാം? റേഞ്ച് ആണെന്ന് പറയാം അല്ലേ. കോഡൊമൈൻ = റേഞ്ച് ആണെന്ന് പറയാം. ദെർഫോർ എഫ് ഈസ് എന്താണ്? ഓൺ 2. ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി? ഓൺ 2 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഫംഗ്ഷൻ 1 ആണ്, ഓൺ 2 ആണ്. സോ അതുകൊണ്ട് തന്നെ എഫ് ഈസ് ബൈജക്റ്റീവ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഇത് രണ്ടും ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ആണ്. 1 ഓൺ 2 ആയതുകൊണ്ട് നമുക്ക് ബൈജക്റ്റീവ് ആണ് എന്ന് പറയാം. ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ബി പാർട്ടിൽ പറയുന്നത്. എ പാർട്ടിൻ്റെ ഉത്തരമാണ്. ബി പാർട്ടിൻ്റെ ഉത്തരം എന്ത് പറയും? ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വിലയാണ് ഇൻവേഴ്സ്. x = y - 3/4 നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. അപ്പം എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ ടേംസിൽ തന്നെ എഴുതുകയാണെങ്കിൽ y മാറ്റി x ആക്കണം. x - 3/4 അല്ലേ. എഫ് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ x - 3/4. ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കൺസ്ട്രക്റ്റ് എ 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. whose I, jth element is given by aij is equal to
2i മൈനസ് ജെ. ഓക്കെ, നോക്കിക്കോ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യമേ ജനറലായിട്ട് ഒരു 3x3 മെട്രിക്സ് എഴുതാം. എന്താണ്? A11, A12, A21, A22, A31, A32, A33. ഓക്കെ, നിങ്ങൾക്കറിയാം A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതാണ് ഒരു 3x3 മെട്രിക്സ്. അതിലെ Aij നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2i മൈനസ് ജെ ആണ്. ഓരോന്നായിട്ട് കണ്ടുപിടിക്കാമല്ലോ. A11 എന്ന് പറഞ്ഞാൽ ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 1 കൊടുക്കുക. 2 × 1 മൈനസ് 1, ആൻസർ 1 കിട്ടും. A12 എന്ന് പറഞ്ഞാൽ 2 × 1 മൈനസ് 2, ആൻസർ 0 കിട്ടും. A13 എന്ന് പറഞ്ഞാൽ 2 × 1 മൈനസ് 3, ആൻസർ -1 കിട്ടും. അതേപോലെ എല്ലാ എലമെൻറ്റ്സും കണ്ടുപിടിക്കുക. A33 വരെ കണ്ടുപിടിക്കുക. സോ A33 വരെ കണ്ടുപിടിച്ച് നമുക്ക് മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. 1 0 -1, 3 2 1 ആൻഡ് 5 4 3. ഇതെല്ലാവർക്കും ചെയ്യാനറിയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അവർ പറയുന്നത് ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ആ ഒരു മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനാണ് പറയുന്നത്. എക്സ്പ്രസ് ദാറ്റ് മെട്രിക്സ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കിയോ, ശ്രദ്ധിച്ചിരിക്കുക. ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും 1/2 × A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. 1/2 × A - A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഈ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടെ കൂട്ടിയാൽ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എനിക്ക് A കിട്ടും. ഓക്കെ, ആ ഒരു ലോജിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യമേ നമ്മൾ A എഴുതി. A ട്രാൻസ്പോസ് എടുക്കാൻ അറിയാമല്ലോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക. ഫസ്റ്റ് റോ 1 0 -1, അത് ഫസ്റ്റ് കോളം ആക്കി 1 0 -1. സെക്കൻഡ് റോ 3 2 1, അത് സെക്കൻഡ് കോളം ആക്കി 3 2 1. തേർഡ് റോ 5 4 3, അത് തേർഡ് കോളം ആക്കി 5 4 3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് A ട്രാൻസ്പോസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 × A + A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. 1/2 × A അതേപോലെ നോക്കി എഴുതി, A ട്രാൻസ്പോസും അതേപോലെ നോക്കി എഴുതി. എന്നിട്ട് കൂട്ടാൻ അറിയാമല്ലോ. 1 1 2, 0 3 3, -1 5 4, 3 0 3, 2 2 4, 4 1 5, 5 1 കുറച്ച് 4, 4 1 5, 3 3 6. അപ്പോൾ 1/2 ഉണ്ട്, അത് ഉള്ളിലേക്ക് കൊടുക്കണമെന്നില്ല. ഇനി 1/2 × A - A ട്രാൻസ്പോസ് എടുക്കുക. 1/2 × കുറച്ച് എഴുതാമല്ലോ, 1 ൽ 1 കുറച്ച് A - A ട്രാൻസ്പോസ്. സോ A മെട്രിക്സ് അതേപോലെ എഴുതി, A ട്രാൻസ്പോസ് അതേപോലെ എഴുതി. ഓക്കെ, ഇനി മൈനസ് ചെയ്ത് പറഞ്ഞേ. 1 ൽ 1 കുറച്ച് 0, 0 ൽ 3 കുറച്ച് -3, -1 ൽ 5 കുറച്ച് -6, 3 ൽ 0 കുറച്ച് 3, 2 ൽ 2 കുറച്ച് 0, 1 ൽ 4 കുറച്ച് -3, 5 ൽ -1 കുറച്ച് 6, 4 ൽ 1 കുറച്ച് 3, 3 ൽ 3 കുറച്ച് 0. സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രത്യേകത ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. അപ്പോൾ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, 1/2 × A + A ട്രാൻസ്പോസും 1/2 × A - A ട്രാൻസ്പോസും കൂടെ കൂട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ഈ സ്റ്റെപ്പുകളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f(x) = x² + 2x - 5 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? f(x) = x² + 2x + 5. ഇത് ഇൻക്രീസ് ആവുന്നതോ ഡിക്രീസ് ആവുന്നതോ ആയ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f' എടുത്താൽ 2x + 2 എന്ന് വരും. ശരിയല്ലേ? 5ൻ്റെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെത് 1, x²ൻ്റെത് 2x. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 2x + 2 = 0, 2x = -2, x = -2/2, x = -1. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില എന്താണ്? -1 ആണ്. സോ അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർവെൽസ് ഫോം ചെയ്യാൻ പറ്റും. -1 എന്നുള്ള പോയിന്റ്, -∞ മുതൽ -1 വരെ ഒരു ഇൻ്റർവെല്, -1 മുതൽ +∞ വരെ ഒരു ഇൻ്റർവെല്. ഓക്കെ, ഇനി
നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ ഒരു വാല്യൂ എടുത്തിട്ട് എഫ് ഡാഷ് എക്സിൽ കൊടുത്തു നോക്കും. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + 2 ആണ്. ഏത് ഇൻ്റർവെല്ലാണ് 0 വരുന്നത്? 0 വരുന്നത് -1 to ∞. ഏകദേശം ഇവിടെ ആയിട്ടാണ് 0 വരുന്നത്. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ തന്നെ ആദ്യം ചെക്ക് ചെയ്യാം. -1 to ∞ എന്നുള്ള ഇൻ്റർവെല്ലിൽ 0 കൊടുത്ത് നോക്കുക. എഫ് ഡാഷ് 0 കൊടുത്താൽ എന്ത് കിട്ടും? 2 × 0 + 2, അതായത് 2 കിട്ടും. ഇത് >0 ആണ്. >0 ആണെങ്കിൽ ഇൻക്രീസിങ്. അപ്പോൾ ഈ ഇൻ്റർവെൽ ഇൻക്രീസിങ്, തൊട്ടിപ്പുറത്തെ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആയിരിക്കും. ഒരു ഇൻ്റർവെൽ ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആയിരിക്കും. ഒരിക്കലും രണ്ട് ഇൻക്രീസിങ്ങോ രണ്ട് ഡിക്രീസിങ്ങോ ഒരുമിച്ച് വരത്തില്ല. ഒരെണ്ണം ഇൻക്രീസിങ് ആണെങ്കിൽ പിന്നെ ഡിക്രീസിങ്, പിന്നെ ഇൻക്രീസിങ്, പിന്നെ ഡിക്രീസിങ്, അങ്ങനെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇൻക്രീസ് ആവുന്ന ഇൻ്റർവെൽ അത് ഫൈനലി എടുത്തെഴുതണം. ഇൻക്രീസ് ആവുന്ന ഇൻ്റർവെൽ ഏതാ? ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് -1 to ∞ ആണ്. ഡിക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡിക്രീസ് ആവുന്ന ഇൻ്റർവെൽ. ഡിക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് -∞ മുതൽ -1 വരെയാണ്. -∞ മുതൽ -1 വരെ ഡിക്രീസിങ്, -1 മുതൽ ∞ വരെ ഇൻക്രീസിങ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. -∞ മുതൽ -1 വരെ ഡിക്രീസിങ്, -1 തൊട്ട് ∞ വരെ ഇൻക്രീസിങ്. ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, എഫ് ഡാഷ് എക്സ് എടുത്തു, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു, എക്സ് കണ്ടുപിടിച്ചു, നമ്പർ ലൈൻ വരച്ച് പോയിന്റുകൾ -1 മാർക്ക് ചെയ്തു, ഇൻ്റർവെൽസ് ഫോം ചെയ്തു, ചെക്ക് പോയിന്റ് കൊടുത്ത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻക്രീസിങ് മനസ്സിലാക്കി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ചോദിക്കുന്ന പട്ടികയിൽപ്പെടുത്താവുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്ന് തെളിയിച്ച് കാണിക്കാനാണ് ചോദ്യം. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. f(x) = x³ - 3x² + 4x എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് >0 ആയിരിക്കണം, അല്ലേ? ഫംഗ്ഷൻ എപ്പോഴാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക? ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് >0 ആകുമ്പോഴാണ് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ്, x³ ഡെറിവേറ്റീവ് 3x² -3 × x² ഡെറിവേറ്റീവ് 2x + 4 × x ഡെറിവേറ്റീവ് 1, അതായത് 3x² - 6x + 4. ഇതെന്താണെന്ന് കാണിക്കണം. നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇത് >0 ആണെന്ന് കാണിക്കണം. >0 ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തെളിയിച്ച് കാണിക്കേണ്ടത്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ മതി. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അത് >0 ആയിരിക്കുമല്ലോ. സോ അതായത് ഇതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. 3x² - 6x, 4നെ ഞാൻ 3 + 1 എന്ന് എഴുതാണ്. 3 1 കൂട്ടി 4 ആണല്ലോ. ഇനി ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. അതിനുവേണ്ടി 3 പുറത്തെടുക്കണം. 3 പുറത്തെടുത്താൽ x² - 2x + 1 എന്ന് വരും, ശരിയല്ലേ? 3x² - 2x + 3 തിരിച്ചു കിട്ടും, +1 ഉണ്ട്. സോ 3 × x² - 2x + 1 എന്താണ്? x - 1 ഹോൾ സ്ക്വയർ, ശരിയല്ലേ? x - 1 ഹോൾ സ്ക്വയർ ആണ് x² - 2x + 1 എന്ന് പറയുന്നത്, +1. ഇനി നിങ്ങൾ നോക്കി, എക്സിന് ഏത് വില കൊടുത്താലും, എക്സിന് 1 കൊടുത്താൽ അത് 0 ആവും, പക്ഷേ ഒരു 1 കൂട്ടുമ്പോൾ അത് >0 ആണ്. പിന്നെ ഏത് വില കൊടുത്താലും ഇത് ഒബ്വിയസ്ലി >0 ആയിരിക്കും. >0 ആയതുകൊണ്ട് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ നമുക്ക് പറയാം f ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, അല്ലേ? f ഈസ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, അതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് x² + y² = a². x² + y² = a² എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതൊരു സർക്കിളാണ്, അല്ലേ? സെൻറ്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് എയുമായിട്ടുള്ള ഒരു സർക്കിളാണ്, അല്ലേ? റേഡിയസ് എയുമായിട്ടുള്ള ഒരു സർക്കിളാണ് x² + y² = a² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. ഏരിയ = നമ്മുടെ മോഡലിന് എലിപ്സ് വന്നുകൊണ്ടാണ് സർക്കിൾ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മോഡലിന് എലിപ്സ് ആയതുകൊണ്ട് മേ ബി പബ്ലിക് എക്സാമിന് സർക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏരിയ എന്താണ്? ഇൻറ്റഗ്രൽ 0 മുതൽ a വരെ
വൈ ഡി എക്സ് അല്ലേ, ഇൻ്റഗ്രൽ 0 മുതൽ എ വരെ വൈ ഡി എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 ടു എ വൈ കണ്ടുപിടിക്കാമല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എ സ്ക്വയർ ആണ്. അവിടുന്ന് വൈ സ്ക്വയർ എന്ത് വരും, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് ഇൻ്റഗ്രൽസിൽ നമ്മൾ റിസൾട്ടായിട്ട് പഠിക്കുന്നതാണ്. എന്താണ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ എ വരെ അല്ലേ, 0 മുതൽ എ വരെ. ഇത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ആണ് കേട്ടോ. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ഫിഗറാണിത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടുന്ന ഏരിയ അതേ ഏരിയ തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ക്വാഡ്രൻറ്റുകളിലും. സോ 4 ഇൻറ്റു ഫസ്റ്റ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് ടോട്ടലി ആ സർക്കിളിൻ്റെ ഏരിയ വരിക. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ വരുമ്പോൾ റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 ആയി പോവും. ബാക്കി എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്നുള്ളത് 1 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുത്താൽ അത് 0 ആവും. സൈൻ ഇൻവേഴ്സ് 0യും 0 ആണ്. സോ എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2. ആൻസർ പൈ എ സ്ക്വയർ ബൈ 4. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ മാത്രം ഏരിയ ആണ് അല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ മാത്രം ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയനെ 4 കൊണ്ട് ഗുണിക്കണം അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ എന്താണ്, പൈ എ സ്ക്വയർ ബൈ 4. 4ഉം 4ഉം വെട്ടി ആൻസർ എന്ത് വരും, പൈ എ സ്ക്വയർ. ഓക്കെ, സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിലും അറിയാമല്ലോ പൈ ആർ സ്ക്വയർ ആണെന്നുള്ളത്. റേഡിയസ് എ ആയതുകൊണ്ട് പൈ എ സ്ക്വയർ. ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അവിടുന്ന് വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, വൈ കണ്ടുപിടിക്കുന്നു. 0 ടു എ വൈ ഡി എക്സ് ആണ്. 4 കൊണ്ട് ഗുണിക്കണം ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ. 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ഓവർ ദ ലിമിറ്റ് 0 ടു എ. അപ്പർ ലിമിറ്റ് ഒക്കെ കൊടുത്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും പൈ എ സ്ക്വയർ വരും ആൻസർ അല്ലേ. തെളിയിച്ച് കാണിച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നോക്കണം. പിന്നെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരെണ്ണമാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. 2 സ്ക്യൂ ലൈൻസിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1 ആൻഡ് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു a2 പ്ലസ് മ്യൂ b2 ആണെങ്കിൽ ഈ 2 സ്ട്രെയിറ്റ് ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് എന്താണ്, a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ആണ്. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ആണ് ഈ 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ a1ഉം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇത് a1 ആണ്, ഇത് b1, ഇത് a2, ഇത് b2. അപ്പോൾ a1 b1 a2 b2 എല്ലാം ആദ്യമേ എടുത്തെഴുതുക. a1 എടുത്തെഴുതി i പ്ലസ് ജെ. b1 എന്ന് പറഞ്ഞാൽ 2i മൈനസ് ജെ പ്ലസ് കെ. a2 എന്ന് പറഞ്ഞാൽ 2i പ്ലസ് ജെ മൈനസ് കെ. b2 എന്ന് പറഞ്ഞാൽ 3i മൈനസ് 5j പ്ലസ് 2k. ഫോർമുല പ്രകാരം എനിക്ക് എന്തൊക്കെ വേണം, a2 മൈനസ് a1 വേണം, b1 ക്രോസ് b2 വേണം, മോഡുലസ് ഓഫ് b1 ക്രോസ് b2 വേണം. അപ്പോൾ a2 മൈനസ് a1 കുറച്ച് കണ്ടുപിടിച്ചു, i മൈനസ് k. b1 ക്രോസ് b2 ഡിറ്റർമിൻ്റ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3i മൈനസ് ജെ മൈനസ് 7k കിട്ടും. അതിൻ്റെ മോഡുലസ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ റൂട്ട് 59 കിട്ടും. സമാനമായ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ ഇനി അതിൻ്റെ ഡോട്ട് എടുക്കുക, a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ചെയ്യുമ്പോൾ ആൻസർ 10 കിട്ടും. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 10 ഡിവൈഡഡ് ബൈ
മോഡുലസ് ഓഫ് B1 ക്രോസ് B2 59. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അതായത് അത്യാവശ്യം പാസ് മാർക്ക് ഒപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ ആ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, എലിപ്സിൻ്റെ ഏരിയ, സർക്കിളിൻ്റെ ഏരിയ, ഇതൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ലീനിയർ ഇനിക്വാളിറ്റിയിൽ ലീനിയർ പ്രോഗ്രാമിംഗ് LPP, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഒരു LPP ക്വസ്റ്റ്യൻ, അത് 6 മാർക്കാണ്, ഒറ്റയടിക്ക് ഒരു 6 മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പാസ്സാകാൻ വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഓക്കെ, അപ്പം വീണ്ടും ഇതേപോലെ ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.